ശബരിമലയിലെ ക്ഷേത്രം സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലെ പാകപ്പിഴ ചൂണ്ടിക്കാണിച്ച് തിരുവാഭരണം കമ്മീഷണർ 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അയച്ച കത്തിന്റെ പകർപ്പ് 24-ന് ദേവസ്വം മാനുവൽ പാലിക്കുന്നില്ല എന്നും ഉരുപ്പടികളുടെ രജിസ്റ്ററുകൾ കൃത്യമായി പാലിക്കുന്നില്ല എന്നും RG രാധാകൃഷ്ണൻ ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന് അയച്ച കത്തിൽ പറയുന്നുണ്ട്. കത്തിൽ ദേവസ്വം ബോർഡ് തുടർ നടപടികൾ എടുത്തില്ല എന്ന് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന CR രാധാകൃഷ്ണൻ 24-നോട് പറഞ്ഞു. 2019 ഈ മദ്രാസിൽ കൊണ്ടുപോയിട്ട് ദ്വാരപാല വിഗ്രഹങ്ങളിൽ ആ ചെമ്പിൽ സ്വർണം പൂശിയതിന് ശേഷം ഈ ആഗസ്റ്റ് മാസം 30-ാം തീയതി എഴുതിയ മാസം എഴുതിയതിന് ശേഷം തിരുവാഭരണം കമ്മീഷൻ ഓഫീസിൽ വന്ന് ഇമ്മീഡിയറ്റായിട്ട് 3 ദിവസത്തിനകം പ്രസിഡന്റിന് ഒരു കത്ത്, വിശദമായ കത്ത് തയ്യാറാക്കി അയക്കുകയായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഇത്തരം സാധനങ്ങളെല്ലാം ഇതിൻ്റെ റൂൾ അനുസരിച്ചും സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചും മാനുവൽ നിയമങ്ങൾ അനുസരിച്ചല്ല ചെയ്യുന്നത്. മാത്രമല്ല ക്ഷേത്രങ്ങളിലാകെ മൊത്തമുള്ള ഈ വരുമാനം സംബന്ധിച്ച് എങ്ങനെ തിരുവാഭരണങ്ങളുടെ ഭരണിപാത്രങ്ങളുടെ വിലപിടിച്ച ഉരുപ്പടികളുടെ രജിസ്റ്ററുകൾ കൃത്യമായി പാലിക്കുന്നില്ലെന്നും അതിൻ്റെ വെരിഫിക്കേഷൻ നടക്കുന്നില്ലെന്നും അതിൻ്റെ എണ്ണപ്പടി പരിശോധനയില്ലെന്നും അതിൻ്റെ റെക്കോർഡുകൾ യഥാസമയം താഴെയുള്ള ഓഫീസുകളിൽ മേലോട്ട് അയക്കുന്നില്ലെന്നും അടിയന്തരത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ കാര്യം റെക്ടിഫൈ ചെയ്യണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് നേരിട്ട് തിരുവാഭരണ കമ്മീഷൻ കത്തയക്കുകയായിരുന്നു. ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ അടിമുടി വീഴ്ചയുണ്ട് എന്നായിരുന്നു ഈ കത്തിന്റെ ഉള്ളടക്കം. ആ കത്തിൽ പക്ഷേ ദേവസ്വം ബോർഡ് പിന്നീട് തുടർ നടപടികളൊന്നും എടുത്തില്ല എന്നും ഈ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന CR രാധാകൃഷ്ണൻ 24-നോട് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും എല്ലാത്തിന്റെയും ചുരുളഴിയട്ടെ. കൂടുതൽ നടപടികളിലേക്ക് SIT കടക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.